ഇമാം റാസി റളിയല്ലാഹു അൻഹു പിന്നെയും ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, മക്കളെ പോരാ, അല്ലാഹു ജല്ല ജലാലുഹു നേർക്ക് നേരെയുള്ള ജീവിതം എന്താണെന്ന് ധാരാളം ഖുർആനിലെ ആയത്തുകളിലൂടെ ധാരാളം മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ഹിദായത്തിന്റെ വെളിച്ചത്തിലായി ജീവിക്കാനുള്ള തൗഫീഖാണ് ചോദിക്കുന്നത്. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, എല്ലാ വിഷയത്തിലും വേണം അല്ലാഹു നമുക്ക് കാണിച്ചു എന്ന ശരിയായ മാർഗം സ്വീകരിക്കണമെന്ന ചിന്ത. ഒന്നോ രണ്ടോ രംഗത്ത് പോരാ. ഓ മോനെ, എത്ര സ്ഥലത്താണ് ഖുർആൻ നമ്മെ വിവരിച്ചു തന്നത്. ഞാൻ കുറച്ച് മാത്രം ഉദാഹരണത്തിന് വേണ്ടി ഖുർആനിൽ നിന്ന് തന്നെ ഉദ്ധരിച്ച് പറയട്ടെ. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. അതാണ് രുജുവായ മാർഗം, ശരിയായ മാർഗം. ഇത് പടച്ച റബ്ബ് ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യം പറയാൻ കാരണം ഇമാം റാസി റഹിമഹുല്ലാഹ് വിവരിക്കുന്നു, അല്ലാഹു തആലയല്ലേ സർവ്വ അനുഗ്രഹവും ചെയ്തു തന്നത്. ബാപ്പയെ തന്നതും ഉമ്മയെ തന്നതും ഭാര്യയെ തന്നതും മക്കളെ തന്നതും സ്നേഹിതന്മാരെ തന്നതും സഹോദരന്മാരെ തന്നതും സഹോദരിമാരെ തന്നതും എല്ലാം അല്ലാഹയല്ലേ. അതുകൊണ്ട് അല്ലാഹുവിനോടുള്ള കടപ്പാടല്ലേ മനുഷ്യൻ ഏറ്റവും നന്നായി വിട്ടേണ്ടത്. അത് പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാനാ, നേരെയുള്ള മാർഗത്തിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം കേട്ടോ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഈ സാധുവായ എന്റെ സദസ്സിൽ വന്ന ചെറുപ്പക്കാരെ, യുവാക്കളെ, കുട്ടികളെ, പടച്ച റബ്ബിന്റെ നിർദ്ദേശം നിങ്ങൾ കേട്ടോ. മാതാപിതാക്കളിൽ രണ്ടുപേർക്കുമോ അല്ലെങ്കിൽ ഒരാൾക്കോ ആർക്ക് പ്രായം ചെന്നാലും അവരാരോഗ്യം തകരുന്ന സമയത്ത്, അവർ ദുർബലരാകുന്ന സമയത്ത്, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നീ അവരെ മനസ്സിന് മനക്ലേശമുണ്ടാക്കുന്ന ഒരൊറ്റ വാചകം പറഞ്ഞു പോകല്ലേ മോനെ. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നീ ഉഫ്ഫിൻ എന്ന് പറയരുത്. പഴയകാലത്ത് ചേ എന്ന് പറയരുത്, ഇതൊക്കെ അർത്ഥം പറയാറുണ്ട്. എന്തർത്ഥം പറഞ്ഞാലും ശരി, അവരെ മനസ്സിന് മനക്ലേശമുണ്ടാക്കുന്ന ഒരു വാചകം നിന്റെ നാവ് കൊണ്ട് ഉച്ചരിച്ചു പോകാൻ പാടില്ല. എന്ത് ഗൗരവമുള്ള വാചകമാണിത്. നീ അവരോട് തെറ്റ് ചെയ്യരുതെന്നല്ലല്ലോ പറഞ്ഞത്, അവരോട് മിണ്ടാതിരിക്കരുത് എന്നല്ലല്ലോ പറഞ്ഞത്, ബാപ്പ വിളിച്ചാ പോകാതിരിക്കരുത് എന്നല്ലല്ലോ പറഞ്ഞത്. അവരെ മനസ്സിന് മനക്ലേശമുണ്ടാക്കുന്ന ഒരു വാചകം നിന്റെ നാവിൽ നിന്ന് വന്നു പോകരുത് കേട്ടോ. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ, അവരെ നീ വിരട്ടരുത് കേട്ടോ. വയസ്സായ ഉമ്മ ഇങ്ങനെ കിടക്കുകയാണ്. ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ചത് ഓരോ വാചകവും ഉമ്മയാ. കാറ് പോകുമ്പോ നീ ചോദിച്ചു, എന്നാ ഉമ്മ? കാറാമനെ. പിന്നെയും എന്നാ ഉമ്മ? കാറാമനെ. പിന്നെയും ചോദിച്ചു, എന്നാ ഉമ്മ? കാറാമനെ. 100 പ്രാവശ്യം പറഞ്ഞ് പഠിപ്പിച്ച ആ കാറ് എന്നുള്ള പേര്, കണ്ണ് എന്നുള്ള പേര്. ഇതെന്നാ? കണ്ണ് കണ്ണ് കണ്ണ്. എത്ര പ്രാവശ്യം പറഞ്ഞാ പഠിച്ചത്? ഓരോന്നും ഉമ്മ പഠിപ്പിച്ചതാ. ആ ഉമ്മ പ്രായമായിട്ട് വീട്ടിൽ കിടക്കുമ്പോ ഒരു കാർ അതിലങ്ങ് പോയി. എന്നാ മോനെ? എന്നാ മോനെ? അത് കാറ്. ഉമ്മാക്ക് ശരിക്കും കേൾവിയില്ല. പിന്നെയും ചോദിച്ചുമ്പോ എന്നാ മോനെ? അത് കാറ്. എന്നിട്ടും കേട്ടില്ല. പിന്നെ എന്നാ മോനെ? നിങ്ങളെന്തിനാ അതെല്ലാം നോക്കുന്ന? അവിടെ കിടന്നാ പോരെ. നിങ്ങളെന്തിനാ നോക്കുന്ന? അവിടെ കിടന്നാ പോരെ. ഒരു ദേഷ്യം പിടിച്ചുപോയി. മൂന്നാമത്തെ ദേഷ്യം പിടിച്ചുപോയി. മുമ്പ് 101 പ്രാവശ്യം പറഞ്ഞ് പഠിപ്പിച്ചതാ ഇവനെ ഈ ഉമ്മ. ആ നന്ദിയില്ലാതെയായിപ്പോയി അല്ലേ? ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സംഭവങ്ങൾ പറയുന്നില്ല. 100 സംഭവങ്ങൾ എനിക്ക് അനുഭവത്തിൽ പറയാനുണ്ട്. ഉമ്മ വീട്ടിൽ വന്നിട്ട്, ഉമ്മാമ വീട്ടിൽ വന്നിട്ട്, ഉമ്മയും ഉമ്മാമയും ബാപ്പന്റെ ഉമ്മയും ബാപ്പന്റെ ഉമ്മന്റെ ഉമ്മയും, എവിടം വരെ ഉമ്മമാരുണ്ടോ മുഴുവനും ഉമ്മമാര് തന്നെ. ഒരു പ്രസവിച്ചവര് മാത്രമല്ല ഉമ്മ, എല്ലാം ഉമ്മമാര് തന്നെ. ആ ഉമ്മമാരുടെ സമ്മതമില്ലാതെ ഹജ്ജിന് വേണ്ടി വരെ പോകാൻ പാടുണ്ടോ? പിന്നെ ദുബായി പോകൽ പിന്നെയല്ലേ, ഖത്തറിൽ പോകൽ പിന്നെയല്ലേ, സൗദി പോകൽ പിന്നെയല്ലേ. ഹജ്ജിന് പോകണമെങ്കിൽ ഉമ്മാന്റെ സമ്മതം വേണ്ടേ? ഹജ്ജിന് പോകണമെങ്കിൽ ബാപ്പന്റെ സമ്മതം വേണ്ടേ? സഹോദരന്മാരെ,
സുന്നത്തായ ഹജ്ജാണെങ്കിൽ പിന്നെ പറയേണ്ടതുണ്ടോ? ഉമ്മയും ബാപ്പയും ആരാണെന്ന് ആദരിച്ചത്? പരിശുദ്ധ ഖുർആൻ എത്ര ഗൗരവത്തിലാണ് ഉമ്മയുടെയും ബാപ്പയുടെയും വിഷയം പറയുന്നത്. വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വളരെ മാനമായ സംസാരം സംസാരിച്ചോളൂ. ചിലപ്പോൾ രാത്രി ഉള്ള എല്ലാ ഫിത്തനയും ഫസാദും ഭാര്യ പറഞ്ഞു തന്നിട്ടുണ്ടാവും ഉമ്മാനെ പറ്റി. അതാ ഒരു ഭാഗത്തൊന്നും പിന്നെ അങ്ങനത്തെ ഭാര്യമാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഉമ്മാനെ പറ്റി എല്ലാ ഫിത്തനയും ഫസാദും ഭാര്യ പറഞ്ഞു തന്നിട്ടുണ്ടാവും രാത്രി തലേണി മന്ത്രത്തിൽ. അത് മുഴുവനും ഉമ്മാനോട് പ്രകടിപ്പിക്കുന്നവനായി പോകല്ല. അതേ സമയത്ത് ഉമ്മമാരോട് വേറെ ചില നിർദ്ദേശങ്ങളുണ്ട്. ഞാൻ മെഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട്. മകന്റെ ഭാര്യയ്ക്ക് എന്തുണ്ട് കുറ്റം എന്ന് നോക്കി നടന്നിട്ട് അത് മകന്റെ മനസ്സിലേക്ക് കത്തയച്ചിട്ടും ടെലിഫോൺ ചെയ്തിട്ടും എപ്പോ നോക്കിയവരും വിളിച്ചോ ഭാര്യന്റെ കുറ്റം മാത്രമേ ഉമ്മ പറയുള്ളൂ. അങ്ങനത്തെ ചില ഉമ്മാരുണ്ട്. അങ്ങനത്തെ ഉമ്മാരും നാദാവരും ഭാഗത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓ സഹോദരിമാരെ, നമ്മൾ മറ്റുള്ളവരെ ഗീബത്ത് പറയാൻ പറ്റുമോ? മകന്റെ ഭാര്യന്റെ ഗീബത്ത് പറയാൻ പറ്റുമോ? മകന്റെ ഭാര്യന്റെ ബാപ്പന്റെ ഗീബത്ത് പറയാൻ പറ്റുമോ? മകന്റെ ഭാര്യന്റെ ഉമ്മാന്റെ ഗീബത്ത് പറയാൻ പറ്റുമോ? ഗീബത്തല്ലേ നീ പറഞ്ഞത് മുഴുവനും? എന്തിനു നീ ഗീബത്ത് പറയാൻ പോകണം? എന്തിനു മറ്റുള്ളവരെ കുറ്റവും കുറവും പറയാൻ പോകണം? അപ്പൊ ഉമ്മാരത് വേറെ ശ്രദ്ധിക്കണം. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സിറാജുൽ ഉദയിൽ പലരും പഴയ കത്ത് വയ്ക്കും. ഒരു ദിവസം ഒരു ചങ്ങാതി കത്തയച്ചു, എന്റെ ഉമ്മ മരിക്കാൻ ദ്വാരക്കണമെന്ന് എന്റെ കത്ത്. ഹക്കുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വെറുതെ ഖുർആന് മുമ്പിൽ വെച്ച് കളവ് പറയും. ഉമ്മ മരിക്കാൻ വേണ്ടി ദ്വാരക്കണമെന്ന് ഒരു ചെറുപ്പക്കാരൻ കത്തയച്ചു. വലിയ മോശമായി പോയി അവൻ എഴുതിയത്. പക്ഷേ അവന്റെ കത്ത് വായിച്ചാൽ ഉമ്മ എല്ലാത്തൊരു പെണ്ണാണെങ്കിലും മരിക്കണമെന്ന് നമുക്കും തോന്നിപ്പോവും. അത്ര ആക്രമം ചെയ്യുന്നൊരു ഉമ്മ. അങ്ങനെ ഉമ്മാരും ആയിപ്പോയിരുന്നു. ഞാനതിലേക്കൊന്നും ഇപ്പൊ കടന്ന് സംസാരിക്കുന്നില്ല. ഇരിക്കട്ടെ, ഉമ്മ ബാപ്പയോടുള്ള കടപ്പാട് ചെറുതല്ല മക്കളെ, വളരെ നന്നായി ആദരിച്ചോളണം. ഖുർആൻ പറയുന്നു, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരെയുള്ള വഴിയാണ്. അതെല്ലാ രംഗത്തും നേരെയുള്ള വഴിയാകണം. ബാപ്പയോടും ഉമ്മയോടുമുള്ള ബഹുമാനം അത് വളരെ ഗൗരവമുള്ളതാണ്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിന്റെ ചിറക് താഴ്മയോടെ നീ അവർക്ക് വിരിച്ചു കൊടുക്കണേ. ഉമ്മയോടെപ്പോഴും പറയണം, മോനെ, ഉമ്മ ഒരു പേടിയും പേടിക്കണ്ട. എനിക്കല്ല ആരോഗ്യവുമായി സ്വന്തമെങ്കിൽ ഉമ്മ വിഷമിക്കൂല, ഉമ്മാക്ക് പ്രയാസം വരൂല. ഓരോ മക്കളും പറഞ്ഞോളണം അത്, ഓരോ പെൺകുട്ടികളും പറഞ്ഞോളണം അത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നാള് നോക്കുമ്പോൾ ഒരു ഉദാഹരണം പറയാണ്. ഒരു ചങ്ങാതി വന്ന് പറയാണ്, എന്താ പറയുന്നത്, ഉമ്മ വേറെ പൊരക്കാളുണ്ട്. ഞാൻ പിന്നൊട്ട് ഉമ്മാനോട് വിവരം പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചാ എന്താ? ഉമ്മയുള്ള സ്വത്ത് തീർത്തു അറിയാ കൊടുത്ത് പിന്നെ ഞാനെന്തിനാ വിളിക്കുന്നു? സുബ്ഹാനല്ലാഹ്, ഇവൻ ഉമ്മനെ ബഹുമാനിക്കുന്നവനാണോ? ഇവൻ നാറിയ സ്വത്തിനെ ബഹുമാനിക്കുന്നവനല്ലേ? നാറിയ സ്വത്തിനെ ബഹുമാനിക്കുന്നവനല്ലേ ഇവൻ? എടോ മനുഷ്യ, 5 പൈസക്ക് ഗതിയില്ലാത്ത ബാപ്പ മരിച്ചു പോകുന്നില്ലേ? 5 പൈസക്ക് ഗതിയില്ലാത്ത ബാപ്പയും ഉമ്മയുമില്ലേ? അവരെ മക്കൾ അവരെ ബാപ്പനെയും ഉമ്മനെയും നോക്കുന്നില്ലേ? പണത്തിന് വേണ്ടിയാണോ ബാപ്പനെ നോക്കുന്നത്? പണത്തിന് വേണ്ടിയാണോ ഉമ്മനെ നോക്കുന്നത്? അതേ സമയത്ത് ബാപ്പാരുമാരും ചിന്തിക്കണം, മക്കളോട് നീ അനീതി കാണിക്കുന്നത് ശരിയല്ല. മക്കളോട് അനീതി കാണിക്കരുത്. എല്ലാ മക്കളെയും തുല്യമായി തന്നെ കാണണം. ഒരു മകനോട് അനീതി കാണിക്കുന്നത് ശരിയല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ രംഗത്തും മിതമായ നിലവാരമാണല്ലോ ഇസ്ലാം. അതുകൊണ്ട് മക്കളോട് ബാപ്പമാര് അതേ അനീതി കാണിക്കരുത്. ഒരാൾക്ക് കൂടുതൽ കൊടുക്കുകയും ഒരാൾക്ക് കുറച്ചാക്കുകയും ചെയ്യരുത്. ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന് ആ രൂപത്തിൽ സ്വന്തം ബാപ്പ കൊടുത്തപ്പോൾ മറ്റ് മക്കൾക്ക് കൊടുക്കാതെ കൊടുത്തപ്പോൾ തിരിച്ചു വാങ്ങാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എല്ലാ മക്കളോടും നീതി കാണിക്കണ്ടേ? പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, മക്കളോട് പറയുന്നു, മക്കളെ, ബാപ്പ ഒരാൾക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ പ്രതിഷേധം കാണിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല കേട്ടോ. ബാപ്പയുടെ അധികാരം വേറെ തന്നെ. അതേ സമയത്ത് ബാപ്പയുടെ അധികാരം പോലുള്ള അധികാരം മക്കൾക്ക് അങ്ങോട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ വന്ന് കംപ്ലൈന്റ് പറഞ്ഞില്ലേ ഒരാൾ? അദ്ദേഹം പറഞ്ഞ കംപ്ലൈന്റ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് കംപ്ലൈന്റ് പറയുന്നു, ഓ നബിയേ, എന്റെ ബാപ്പ എന്റെ സ്വത്ത് കൈവശപ്പെടുത്തുന്നു. ബാപ്പന്റെ തന്നിട്ടില്ല എന്നല്ല കംപ്ലൈന്റ്, ബാപ്പ എന്റെ സ്വത്ത് കൈവശപ്പെടുത്തുന്നു എന്നാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബാപ്പയെ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മകന്റെ സ്വത്ത് കൈവശപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, നബിയേ, വടിയും കുത്തി വന്നിട്ട് ആ പ്രായമുള്ള ബാപ്പ പറയുകയാണ്, യാ റസൂലല്ലാഹ് കാന ദഈഫൻ വ അന ഖവിയ്യുൻ, എനിക്ക് ആരോഗ്യവും ശക്തിയുമുള്ള സമയത്ത് ഇവൻ ദുർബലനായിരുന്നു, ഇവൻ കുട്ടിയായിരുന്നു. അതെ, വഫഖീറൻ വ അന ഗനിയ്യുൻ, എനിക്ക് ഐശ്വര്യമുള്ള സമയത്ത് ഇവൻ ദരിദ്രനായിരുന്നു, എന്റെ മകന്റെ കയ്യിൽ 5 പൈസ ഉണ്ടായിരുന്നില്ലല്ലോ. ഫകുന്തു ലാ അംനഹു ശൈഅൻ മിൻ മാലി, അന്ന് എന്റെ സ്വത്ത് മുഴുവനും അവന് വേണ്ടിയല്ലേ ഞാൻ ചെലവഴിച്ചത്, അവന് വേണ്ടിയല്ലേ ഞാൻ കൊടുത്തത്, അവനല്ലേ ഞാൻ അനുവദിച്ചത്, ഞാൻ അധ്വാനിച്ചത് തന്നെ എന്റെ ഈ മകന് വേണ്ടിയല്ലേ. എന്നാൽ വല്യൗമ, ഈ ദിവസം വഅന ദഈഫുൻ, എനിക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തവനാണ്, കച്ചവടത്തിന് പോകാൻ കഴിയാത്ത ദുർബലനാണ്. വഹുവ ഖവിയ്യുൻ, അവൻ അതാ ശരീരത്തിന് ആരോഗ്യമുള്ളവനാണ്. വഫഖീറുൻ, ഞാനിപ്പോൾ ദരിദ്രനാണ്. വഹുവ ഗനിയ്യുൻ, അവൻ പൈസ ഉള്ളവനാണ്. വയബ്ഖലു അലയ്യ ബിമാലിഹി, എന്നിട്ട് അവന്റെ സ്വത്ത് ഞാൻ എടുക്കുമ്പോൾ അവന്റെ മുഖം കറക്കുകയാണ്, ഞാൻ അനുഭവിക്കുമ്പോൾ അവന് വെറുപ്പ് പിടിക്കുകയാണ്, അവൻ ബഖീലാവുകയാണ്. ഈ പ്രായം ചെന്ന ബാപ്പയുടെ ഈ അവതരണം കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മാ മിൻ ഹജരിൻ വലാ മദരിൻ യസ്മഉ ഹാദാ ഇല്ലാ ബകാ, ഏതൊരു കല്ലും മണ്ണും ഇത് കേട്ടാൽ കരയാതിരിക്കില്ല. ബാപ്പ പറഞ്ഞത് എന്തൊരു സത്യമാണ്. ഉടനെ തന്നെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, അന്തവ മാലുക്കലി അബീക, നീയും നിന്റെ സ്വത്തും നിന്റെ ബാപ്പന്റെതാണ് കേട്ടോ. അന്തവ മാലുക്കലി അബീക, നീയും നിന്റെ സ്വത്തും നിന്റെ ബാപ്പന്റെതാണ് കേട്ടോ. നിന്റെ സ്വത്ത് ബാപ്പ എടുത്താൽ നീ അത് നോക്കി നിൽക്കുകയല്ലാതെ നീ ബാപ്പയ്ക്കെതിരെ മുണ്ടിപ്പോകരുത് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹോദരന്മാരെ, ബാപ്പയും ഉമ്മയും എന്ന് പറയുന്നത് അതൊരു ചെറിയ സംഗതിയാണെന്നൊരിക്കലും തന്നെ എന്റെ ചെറുപ്പക്കാര് മനസ്സിലാക്കി പോകരുത്. ഖുർആൻ